ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 89. കുറേ നേരം മുറിയിലിരുന്ന് വൈശാഖി കരഞ്ഞു. മഹാദേവൻ്റെ ആ അവഗണന അവളെ കൊണ്ട് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. സോറി പറഞ്ഞില്ലേ, നടന്ന കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ താൻ എല്ലാം പറഞ്ഞില്ലേ, എന്നിട്ടും സാറിന് എന്തിനാ ഈ ദേഷ്യം? പിന്നെയും പിന്നെയും അവൾ അത് തന്നെ പെറുപെറുത്തുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ കരഞ്ഞതുകൊണ്ട് മനസ്സൊന്ന് നേരെ നിൽക്കുന്നു തോന്നിയപ്പോഴാണ് അവൾ ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റതും മഹാദേവനെ തിരക്കാൻ വേണ്ടി മുറിയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയതുമൊക്കെ. പക്ഷെ ഹാളിൽ അവൻ ഉണ്ടായിരുന്നില്ല. മുൻവാതിൽ അകത്തു നിന്നും അടച്ചു കിടക്കുന്നത് കൊണ്ട് അവൻ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല. അവൾ തിരിഞ്ഞ് തിരിഞ്ഞ് ഒടുവിൽ ഡൈനിങ് റൂമിൻ്റെ നേർക്ക് നടന്നപ്പോഴാണ് അടുക്കളയിൽ നിന്നുള്ള വെളിച്ചം അങ്ങോട്ടേക്ക് അടിക്കുന്നതായി അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വൈശു ധൃതിയിൽ അങ്ങോട്ടേക്ക് പാഞ്ഞു ചെന്നു. അടുക്കള വാതിൽക്കൽ ചെന്ന് നിന്നവൾ കാണുന്നത് അകത്തെന്തൊക്കെയോ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാദേവനെയായിരുന്നു. വൈശാഖി അത് കണ്ടതും വല്ലാതെയായി. ഇത്രയും നേരവും സാറ് കഴിച്ചു എന്നൊരു വാക്ക് താൻ ചോദിച്ചിട്ടില്ല. സാറിന് വിശക്കുന്നുണ്ടായിരിക്കും. ഇത്രയും ദൂരം തന്നെ കാണാൻ വേണ്ടി ബസ്സും പിടിഞ്ഞ് പാഞ്ഞെത്തിയ ആളല്ലേ. അവളിൽ കുറ്റബോധം ഉണ്ടായി. അതുകൊണ്ട് തന്നെ വൈശാഖി അടുക്കളയുടെ അകത്തേക്ക് നടന്നു. സർ, അടുപ്പിൽ കഞ്ഞി ഇളക്കുന്നവനെ അവൾ പിന്നിൽ നിന്നും വിളിച്ചു. ചെക്കൻ തിരിഞ്ഞൊന്ന് നോക്കിയിട്ട് വീണ്ടും തൻ്റെ പണികളിലേക്ക് കടക്കുന്നത് കണ്ടു. സർ, ഞാൻ ചെയ്യാം. അവൾ വീണ്ടും ദേവൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു. മഹാദേവൻ അവക്കപ്പോഴും മറുപടിയൊന്നും കൊടുക്കുവാൻ കൂട്ടാക്കിയില്ല. സർ, സോറി സർ, സാർ കഴിച്ചിട്ടാണോ വന്നെന്ന് പോലും ഞാൻ ചോദിച്ചില്ല, പെണ്ണു വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ അപ്പോഴും വൈശാഖിയെ ശ്രദ്ധിക്കുകയോ അവൾക്ക് നേരെ നോക്കുകയോ ചെയ്യാതെ അവൻ്റെ പണികൾ തുടർന്നു. സാർ, എന്നെ ഒന്ന് കേൾക്കുവോ? ഇനി ഈ അകലം സഹിക്കാൻ വയ്യ എന്ന് തോന്നിയിട്ടാവാം വൈശു ഇത്തിരി ഒച്ച ഉയർത്തിയത്. മറുപടിയായി ഒരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് ചൂട് കഞ്ഞി കോരി ഒഴിച്ചിട്ട് അവളുടെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ് മഹാദേവൻ ചെയ്തത്. അത് അപ്രതീക്ഷിതമായതിനാലാവാം അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയത്. അവൾക്ക് കൊടുത്തതുപോലെ തന്നെ വേറെ ഒരു പാത്രത്തിൽ കുറച്ച് കഞ്ഞി കോരിയെടുത്തിട്ട് മഹാദേവൻ നേരെ ഡൈനിങ് റൂമിലേക്ക് നടന്നു. അവിടുത്തെ ലൈറ്റിട്ടിട്ട് അവനൊരു കസേരയിൽ ഇരുന്നു കൊണ്ട് കഞ്ഞി കുടിക്കുവാനായി തുടങ്ങിയപ്പോഴേക്കും വൈശു അവളുടെ പാത്രവുമായി അങ്ങോട്ടേക്ക് എന്ന് അവൻ്റെ അരികിലായി ചെന്നിരുന്നു. ടേബിളിന് മുകളിൽ വെച്ചിരിക്കുന്ന കുപ്പിയിലുള്ള മാങ്ങാച്ചാർ അവളുടെ പാത്രത്തിലേക്ക് കോരിയിട്ട് കൊടുക്കുമ്പോഴും ചെക്കൻ്റെ മുഖം കടുത്തു തന്നെയാണ് ഇരുന്നത്. ഒരാൾക്ക് ഇങ്ങനെയൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഒരു വശത്ത് അമർഷവും ദേഷ്യവും, മറുവശത്ത് കരുതലും. മഹാദേവൻ്റെ ആ സ്വഭാവം കണ്ട് വൈശാഖിക്ക് പോലും അത്ഭുതം തോന്നി. അവൻ കഴിക്കുവാനായി തുടങ്ങിയപ്പോഴേക്കും അവളും കഴിച്ചു തുടങ്ങി. ഉച്ചക്കത്തെ ആഹാരം ശരിക്കും കഴിക്കാത്തത് കൊണ്ടും റിസപ്ഷന് പോയിട്ട് അവിടെ നിന്നൊന്നും വയറ്റിലേക്ക് പോകാതിരുന്നത് കൊണ്ടും വൈശാഖിക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ കൊടുത്ത അത്രയും കഞ്ഞി അച്ചാറ് കൂട്ടി അവൾ കുടിച്ചു തീർത്തു. ഇനിയും വേണമെന്നൊരു വാക്ക് വൈശു അവനിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല. പകരം കോരിക്കൊണ്ടുവന്ന കഞ്ഞി ചോദ്യവും പറച്ചിലും ഒന്നും കൂടാതെ മഹാദേവൻ അവളുടെ പാത്രത്തിലേക്ക് കമഴ്ത്തി കൊടുത്തപ്പോഴാണ് വൈശാഖിക്ക് വീണ്ടും ഞെട്ടലുണ്ടായത്. സർ, എനിക്ക് ഇത്രയും കഴിക്കാൻ പറ്റത്തില്ല. പാത്രത്തിലുള്ളത് കൂടുതലാണെന്ന് കണ്ടതും പെണ്ണിൻ്റെ ചുണ്ടുകൾ കൂർത്തു വന്നു. ചെക്കനിൽ നിന്നും മറുപടിയായി ഒരു കണ്ണുരുട്ടലാണ് വൈശാഖിക്ക് കിട്ടിയത്. അതോടെ അവൾ അടങ്ങി. പ്ലേറ്റിലുള്ളത് മുഴുവനും ആവശ്യമില്ലാഞ്ഞിട്ട് കൂടി അവൾ മെല്ലെ ഇരുന്ന് കുടിക്കുവാനായി തുടങ്ങി. ഒടുവിൽ കഴിപ്പ് കഴിഞ്ഞ് കസേരയിൽ നിന്ന് എഴുന്നേറ്റതും വൈശാഖിയുടെ വയറ് പൊട്ടാറായെന്നതുപോലെ വീർത്തിരുന്നു. അവൾ ഒരു വിധത്തിലാണ് അവിടെ നിന്ന് എഴുന്നേറ്റതും അടുക്കളയിൽ ചെന്ന് കഴിച്ച പാത്രം കഴുകി റാക്കിൽ കൊണ്ടുപോയി വെച്ചതുമൊക്കെ. ശേഷം അവൾ നേരെ ഹാളിലേക്ക് നടന്നു. അവിടെ കിടന്ന് സെറ്റിയിലേക്കായി ഇരുന്നു. വീണ്ടും കുറേ നേരം കഴിഞ്ഞതിന് ശേഷമാണ് മഹാദേവൻ അടുക്കളയിൽ നിന്ന് അവൻ്റെ മുറിയിലേക്ക് കയറി പോകുന്നത് കണ്ടത്. അത് കണ്ടതും വൈശാഖി അവൻ്റെ പിന്നാലെ പോയി. പതിവില്ലാത്ത രീതിയിൽ കഴിച്ച ഉടൻ തന്നെ കട്ടിലേക്ക് കയറി കിടന്നവൻ വൈശാഖി ആശ്ചര്യപ്പെടുത്തിയെങ്കിലും അവളത് തെല്ലും ഗൗനിച്ചില്ല. കാരണം യാത്രാക്ഷീണം അവനെ വല്ലാതെ അലട്ടി എന്നുള്ളത് ദേവൻ പറയാതെ തന്നെ വൈശാഖി മനസ്സിലാക്കിയിരുന്നു. വാതിൽ ചാരിയിട്ടിട്ട് അവൾ മെല്ലെ ബെഡിലേക്ക് കയറി. എന്നിട്ട് ചുവരിൻ്റെ അരികു പറ്റി മെല്ലെ കടന്നു. നിമിഷങ്ങൾ കൊഴിഞ്ഞുപോയി. രണ്ടുപേരും കണ്ണടച്ച് കിടക്കുന്നുണ്ടായിരുന്നെങ്കിലും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞതും പുറത്ത് മഴ പെയ്തു തുടങ്ങുന്ന ശബ്ദം അവർ കേട്ടു. കാതോർത്തപ്പോൾ അറിഞ്ഞു, പെരും മഴ. ഇടയ്ക്കെപ്പോഴോ വീശിയടിച്ച കാറ്റിൽ
ചാരിക്കിടന്ന ജനൽപ്പാടികൾ ശബ്ദത്തോടെ ഒന്ന് തുറന്നടഞ്ഞു. മഹാദേവൻ എഴുന്നേറ്റ് ജനലുകളെല്ലാം അടച്ചു കുറ്റിയിട്ടു. പിന്നീട് വീണ്ടും കിടക്കുവാനായി ബെഡിലേക്ക് ഇരുന്നപ്പോഴാണ് ഭൂമിയെപ്പോലും പേടിപ്പിക്കുന്ന തരത്തിലുള്ള മിന്നലോട് കൂടിയ ഒരിടി പൊടുന്നനെ വെട്ടിയത്. അതിൻ്റെ വെളിച്ചം മുറിയിലേക്ക് അടിച്ചതും കരണ്ട് പോയതും ഒരുമിച്ചായിരുന്നു. ആ! പേടിച്ചു വിറച്ച വൈശാഖി അലറിക്കൊണ്ട് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് കിടക്കുവാനായി തുടങ്ങുന്ന മഹാദേവനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു. ബെഡിൽ കൈകുത്തി ബാലൻസ് ചെയ്യുന്ന ദേവന്റെ നില പൊടുന്നനെ തെറ്റി. അവൻ വൈശാഖിയോടൊപ്പം കട്ടിലിലേക്ക് പതിച്ചു. അവളുടെ ദേഹം അവനിലേക്ക് അമർന്നു. പെണ്ണിൻ്റെ മുഖം ദേവന്റെ ഇടത് കഴുത്തിടുക്കിലേക്കും. തനിക്ക് മുകളിലായി വന്നു കിടക്കുന്നവളെ സ്വയം അറിയാതെ തന്നെ അവൻ്റെ കൈകളും പൊതിഞ്ഞു പിടിച്ചിരുന്നു. ഒരു നിമിഷം വേണ്ടി വന്നു വൈശാഖി തിരികെ സുബോധത്തിലേക്ക് വരുവാനും അവൻ്റെ കഴുത്തിടുക്കിൽ നിന്നും മുഖം ഉയർത്തുവാനുമായി. അപ്പോഴാണ് ഇത്തിരി മുൻപ് ചെയ്തു പോയതിനെക്കുറിച്ചോർത്ത് അവൾക്ക് ചമ്മലും നാണവും ഒരുപോലെ വന്നു പോയത്. കൂട്ടത്തിൽ സാർ എന്ത് വിചാരിക്കുക എന്നുള്ള പേടി വേറെയും. ഇടിവെട്ടിയ സമയത്ത് തന്നെ കറണ്ട് പോയപ്പോൾ വല്ലാതെ പേടിച്ചു. അപ്പോൾ അറിയാതെ സാറിനെ കയറി പിടിച്ചു പോയതാണ്, അല്ലാതെ മനഃപൂർവ്വം അല്ല ഒന്നും. ഇനി ഇതിൻ്റെ പേരിൽ സാറിൻ്റെ വായിൽ നിന്നൊന്നും കേൾക്കുവാനുള്ള ത്രാണിയില്ല. വൈശാഖി മനസമാധാനം പോയ പോലെ മുഖം ചുളിച്ചു. അതേസമയം മഹാദേവൻ അപ്പോഴും ഷോക്കടിച്ചതുപോലെ അങ്ങനെ തന്നെ കിടക്കുമായിരുന്നു. കാരണം തൻ്റെ ചെവിക്ക് പിന്നിലായി പതിഞ്ഞ വൈശുവിൻ്റെ ചുണ്ടുകളുടെ മൃദുലത അവനെ മത്തുപിടിപ്പിക്കാൻ പോകുന്നതായിരുന്നു എന്നത് തന്നെ കാര്യം. ദേഹം ചൂടുപിടിക്കുന്നത് പോലെയുള്ള ഒരവസ്ഥ അവനിലപ്പോൾ ഉണ്ടായി. ഉള്ളിലെ പ്രണയം ഒരു സുനാമി പോലെ പുറത്തേക്ക് കുതിച്ചു ചാടുമോ എന്നുപോലും മഹാദേവൻ ആ നേരം ഭയപ്പെട്ടു പോയി എന്ന് വേണം പറയുവാൻ. അത് ഞാൻ പിന്നെ പേടിച്ചിട്ടാ. എനിക്ക് ഇടിയെ പേടിയാ സാർ. ഒരു നിശ്വാസം അകലത്തിലുള്ള അവൻ്റെ മുഖത്തേക്ക് ഒട്ടൊരു പതർച്ചയോടെ നോക്കിക്കൊണ്ട് വൈശാഖി മെല്ലെ പറഞ്ഞു. പുറത്തെ ഇടിമിന്നലിൻ്റെ വെളിച്ചത്തിൽ ഇടയ്ക്കപ്പോഴോ അവൻ്റെ മുഖം അവൾക്ക് വെളിവായിരുന്നു. പക്ഷേ ആ മുഖത്തെ ഭാവങ്ങൾ അവൾക്ക് വ്യക്തമായില്ല താനും. പക്ഷെ മഹാദേവൻ്റെ കൈകളുടെ മുറുക്കം അപ്പോഴും തൻ്റെ ഇടുപ്പിലറിഞ്ഞവൾക്ക് അവൻ്റെ ദേഹത്തു നിന്ന് എഴുന്നേറ്റു മാറുവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നത് മറ്റൊരു സത്യം. സോറി സാർ, അറിഞ്ഞുകൊണ്ടല്ല. ദേവനിൽ നിന്നുള്ള പിടുത്തം അയയുന്നില്ലെന്ന് കണ്ടതും വീണ്ടും അത് തന്നെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു പെണ്ണ്. മഹാദേവൻ മറുപടിയായിട്ടൊന്ന് മൂളി, അത്രമാത്രം. എങ്കിലും അവളെ ദേഹത്തു നിന്ന് അടർത്തി മാറ്റാനോ അവളുടെ ദേഹത്തു നിന്നുള്ള പിടുത്തം വിടുകയോ ചെയ്തില്ല. സർ, ഞാൻ സത്യമായിട്ട് അറിയാതെ ചെയ്തതാ. കൈപ്പത്തി രണ്ടും ബെഡിൽ കുത്തി നിർത്തിയിട്ട് വൈശാഖി അവൻ്റെ ദേഹത്തു നിന്ന് അല്പം പൊങ്ങി നിൽക്കാൻ നോക്കുന്നതിനിടയിലും പറഞ്ഞു. അപ്പോഴും മഹാദേവൻ ഒരു മൂളലിൽ മറുപടി ഒതുക്കി തീർത്തു കളഞ്ഞു. സർ, ഞാനൊന്ന് മാറിക്കിടന്നോട്ടെ. ആ ഇരുട്ടിൽ അവനിലെ ഭാവങ്ങൾ അറിയാൻ വയ്യാതായപ്പോഴാണ് വിറയലോടെ വൈശു വീണ്ടും തിരക്കിയത്. അതിനെന്തിനാ എന്നോട് ചോദിക്കണം? ഇത്തവണ അവൻ മൂളൽ വിട്ടുപിടിച്ചു. അത് സാർ, സാറിൻ്റെ കൈ മാറ്റിയാലല്ലേ എനിക്ക് ഇറങ്ങാൻ പറ്റൂ. ഇരുട്ടിൽ പോലും വൈശുവിൻ്റെ കണ്ണുകൾ വെറുതെയെങ്കിലും പിന്നിലേക്കൊന്ന് നീണ്ടു. ഛേ എന്നൊരു പറച്ചിലോടെ മഹാദേവൻ അപ്പോഴാണ് അവളുടെ നടുവിന് മുകളിൽ പിടിച്ചിരിക്കുന്ന സ്വന്തം കൈകൾ എടുത്തു മാറ്റിയത്. സ്വയം അറിയാതെ ചെയ്തു പോയ പ്രവൃത്തിയെക്കുറിച്ച് ആലോചിച്ച് അവനിൽ ചെറിയൊരു ചമ്മലും ബുദ്ധിമുട്ടും ഉണ്ടായെങ്കിലും ദേവൻ അത് ഇരുട്ടിൻ്റെ മറവിൽ വളരെ ഭംഗിയായി മറച്ചു പിടിച്ചു എന്ന് വേണം പറയുവാൻ. അവൻ്റെ കൈകൾ അയഞ്ഞ ഉടൻ തന്നെ വൈശാഖി അവൻ്റെ ദേഹത്തു നിന്ന് നിരങ്ങി ഇറങ്ങാനായി നോക്കി. വലങ്കൈ ബെഡിൽ കുത്തി നിർത്തി ശരീരത്തിൻ്റെ ഭാരം അതിലേക്കാക്കിയിട്ട് മഹാദേവൻ്റെ ദേഹത്തു നിന്നും ഇറങ്ങുവാനായി തുടങ്ങിയപ്പോഴാണ് ഭൂമിയെ പ്രകമ്പനം കൊള്ളിപ്പിക്കുന്ന തരത്തിലുള്ള അടുത്ത ഇടിമുഴക്കവും മിന്നലും ഗ്ലാസിൻ്റെ ജനലിൽ കൂടി അവരുടെ മുറിയിലേക്ക് അടിച്ചു കയറി വന്നത്. കാണുന്നവർക്ക് ഒരു തീഗോളം വന്ന് തറയിലേക്ക് പതിക്കുന്ന പോലെ ആയിരുന്നത്. ആ! ദേവനിൽ നിന്നും അകന്നു മാറി കിടക്കാൻ പോയവൾ വീണ്ടും അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ട് മുറുക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉച്ചത്തിൽ അലറി വിളിച്ചു. കൂട്ടത്തിൽ ചെരിഞ്ഞു കിടന്ന മഹാദേവൻ്റെ നെഞ്ചിലേക്ക് തൻ്റെ മുഖം പേടിയോടെ പൂഴ്ത്തുകയും ചെയ്തിരുന്നു. വൈശാഖി! പേടിയോടെ അലമുറയിട്ട് കരയുന്നവളെ ചേർത്ത് പിടിക്കുമ്പോൾ അവനിലും പൊടുന്നതിന് ഒരു പരിഭ്രാന്തി ഉണ്ടായി. എനിക്ക് പേടിയാ സാർ, സത്യമായിട്ടും പേടിയാ. എന്നെ വിടല്ലേ പ്ലീസ്. കാറ്റിന് പോലും വരാൻ ഇടം കൊടുക്കാത്ത രീതിയിൽ വൈശു അവനോട് ഒട്ടിച്ചേർന്ന് കിടന്നുകൊണ്ട് നിർത്താതെ കരയുവാനായി തുടങ്ങി. ഏയ് വൈശാഖി, താൻ കരയാതെ, ഞാനല്ലേ പറയുന്നേ. അവളെ തിരിച്ച് ഇറുക്ക പുണർന്നവൻ. എന്നിട്ട് വൈശുവിനെ സമാധാനിപ്പിക്കുന്നത് പോലെ നെറുകയിലും മുതുകത്തും മെല്ലെ തഴുകി കൊടുത്തുകൊണ്ടിരുന്നു.
ഇനിയൊരു പാനിക് അറ്റാക്ക് വൈശാഖിക്കുണ്ടാവുമോ എന്നൊരു ഭയം മഹാദേവൻ്റെ ഉള്ളിലപ്പോൾ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. കുറേ നേരം കഴിഞ്ഞതും ഉച്ചത്തിൽ കരഞ്ഞവളുടെ ശബ്ദം അപ്പോൾ മെല്ലെയായി. പിന്നീട് ഏങ്ങലടിയായി. ശേഷം നേർത്തു വന്ന് അതൊരു വിതുമ്പലുകളിൽ മാത്രമായി ഒതുങ്ങി. പുറത്തെ ഇരുട്ടിനെ പോലും പേടിപ്പിക്കുന്ന രീതിയിൽ വീണ്ടും പ്രകമ്പനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. ആ സമയങ്ങളിലൊക്കെ വൈശുവിൻ്റെ ശരീരം ഞെട്ടുന്നുണ്ടായിരുന്നെങ്കിലും പഴയതുപോലെ അവൾ അലറി വിളിച്ച് കരഞ്ഞില്ല. കുറേ നേരം കഴിഞ്ഞതും തൻ്റെ നെഞ്ചോരം ചേർന്ന് കിടക്കുന്നവളുടെ വിതുമ്പലുകൾ പോലും പിന്നീട് പൂർണ്ണമായും നിൽക്കുന്നെന്ന് മഹാദേവൻ അറിയാൻ കഴിഞ്ഞിരുന്നു. പുറത്തു ഹുങ്കാര ശബ്ദത്തോടെ പെയ്യുന്ന മഴയപ്പോൾ അവളെ പേടിപ്പെടുത്തുകയോ കാതുപോലും പൊട്ടിക്കുന്ന തരത്തിലുള്ള ഇടിമുഴങ്ങൾ അവളെ ഞെട്ടിപ്പിക്കുകയോ ചെയ്യാതിരുന്നപ്പോഴാണ് മഹാദേവന് മനസ്സിലായത് വൈശാഖി ഒരു ശാന്തമായ ഉറക്കത്തിലേക്ക് ആഴ്ന്നു വീണെന്നുള്ളത്. ഒരു കൊച്ചു കുഞ്ഞിനെ എന്നവണ്ണം വൈശാഖിയെ പുതപ്പിച്ചിട്ട് അവളിലേക്ക് വീണ്ടും ചേർന്ന് കിടക്കുമ്പോൾ പെണ്ണിൻ്റെ നെറുകയിൽ സ്വയം അറിയാതെ തന്നെ ദേവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞിരുന്നുവെന്നത് അവൻ പോലും അറിഞ്ഞില്ല എന്നത് മറ്റൊരു സത്യം. അവളെ പുൽകി അവനും കിടന്നുറങ്ങി. മഹാദേവൻ്റെ ആ ഉറക്കം അവസാനിച്ചത് പാതിരാത്രി എപ്പോഴോ വീട്ടിൽ കയറി വന്നവരുടെ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ്.